വകുപ്പ് മേധാവിമാരുടെ പരസ്യ പ്രതികരണം വിലക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹാരിസ് ഹസന് പിന്നാലെ ഡോക്ടർ മോഹൻദാസിന്റെ സമൂഹമാധ്യമ പോസ്റ്റും ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കിയതിന് പിന്നാലെയാണ് നീക്കം. ചട്ടലംഘനമുണ്ടായാൽ കർശന നടപടിയെന്നും പ്രിൻസിപ്പലിന്റെ മുന്നറിയിപ്പ്. 24 ബ്രേക്കിംഗ്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ അത് ആരോഗ്യവകുപ്പിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നത് നമ്മൾ കണ്ടു. പിന്നാലെ കേസോട്ടോ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർ മോഹൻദാസിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം, ഇതൊക്കെ വലിയ രീതിയിൽ വകുപ്പിനെ വെട്ടിലാക്കുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ പരസ്യ പ്രതികരണം പാടില്ല എന്ന നിർദ്ദേശത്തിലേക്ക് പ്രിൻസിപ്പൽ പോവുകയാണ്. ചട്ടലംഘനമുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പോടുകൂടി തന്നെ വിവരങ്ങൾ എന്താണ് MG പ്രതീഷ്? റിജിത്ത്, ഡോക്ടർ ഹാരിസിന് പിന്നാലെ ആരോഗ്യ സംവിധാനത്തെ ചോദ്യം ചെയ്ത് സാമൂഹിക മാധ്യമത്തിൽ ഇന്നലെയാണ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗ മേധാവി ഡോക്ടർ മോഹൻദാസ് കുറിപ്പെഴുതിയത്. ഈ കുറിപ്പെഴുതി അതിന് പിന്നാലെ 1 മണിക്കൂറിനകം ഈ കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഇത് വാർത്തയായതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെടുകയും ഇന്നലെ തന്നെ മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കുറിപ്പ് വന്നതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വകുപ്പ് മേധാവിമാരുടെ യോഗം വിളിക്കുകയാണ് ഉണ്ടായത്. ഈ യോഗത്തിലാണ് വകുപ്പ് മേധാവികൾക്ക് പരസ്യ പ്രതികരണം വിലക്കിക്കൊണ്ടുള്ള താക്കീത് നൽകിയത്. വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ നേരിട്ട് അറിയിക്കണമെന്ന നിർദ്ദേശമാണ് വകുപ്പ് മേധാവിമാർക്ക് പ്രിൻസിപ്പൽ നൽകിയിരിക്കുന്നത്. സർവീസ് ചട്ട ലംഘനമുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പായി പറഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ മാധ്യമങ്ങളിലൂടെയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തരുതെന്നും വകുപ്പ് മേധാവിമാർക്ക് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ കൂടി ഇടപെടലിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ ഇന്നലെ വൈകിട്ട് ഈ HODമാരുടെ യോഗം വിളിക്കുകയും ഇത്തരത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ ഹാരിസിന് പിന്നാലെ ഡോക്ടർ മോഹൻദാസിന്റെ തുറന്നു പറച്ചിലും ആരോഗ്യവകുപ്പിന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ കേസോട്ടോയ്ക്കെതിരെ വലിയ പ്രചാരണം ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന ഒരു ഘട്ടത്തിലാണ് കേസോട്ടോ പൂർണ്ണ പരാജയമെന്ന മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി തന്നെ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതുകൊണ്ടാണ് ഇനി ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ വകുപ്പ് മേധാവിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്നുള്ള ഒരു കാര്യം ഈ പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം അത്തരത്തിൽ നിർദ്ദേശമുണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം ഇന്നലത്തെ ഈ യോഗത്തിൽ പറയുകയും ചെയ്തു. ശ്രീജിത്ത്, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.